ആഗോള കത്തോലിക്ക സഭ ജൂലൈ മാസം മുഴുവൻ ഈശോയുടെ അതിവിശുദ്ധ തിരുരക്തത്തിന്റെ വണക്കത്തിനായി സമർപ്പിച്ചിരിക്കുമ്പോൾ ജെറുസലേമിലെ ഗത്സമനിയിലുള്ള ബസിലിക്ക ഓഫ് ആഗോണിയിൽ തിരുരക്ത തിരുനാൾ അതീവ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ആഗോള സഭയിൽ 1969 മുതൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിനൊപ്പമാണ് തിരുരക്തത്തിന്റെ തിരുനാൾ സംയുക്തമായി ആഘോഷിച്ചിരുന്നെങ്കിലും എല്ലാ വർഷവും ജൂലൈ 1 ഗത്സമനിയിൽ മാത്രമായി ഈ തിരുനാൾ പ്രത്യേകമായി ആഘോഷിച്ചു വരുന്നു. ഗത്സമനി തോട്ടത്തിൽ വെച്ച് ഈശോ ചിന്തിയ തിരുരക്തത്തിന്റെ തുള്ളികളെ അനുസ്മരിച്ചുകൊണ്ട് അൾത്താരയിലെ തിരുക്കല്ലിൽ ചുവന്ന റോസാപ്പൂ ഇതളുകൾ വിതറുന്ന അപൂർവമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒലിവുമലയുടെ താഴ്വാരത്തിൽ ജെറുസലേമിലെ പഴയ നഗരത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്നറിയപ്പെടുന്ന ഗത്സമനി ദേവാലയത്തിലാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഈ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. അന്ത്യത്താഴത്തിനു ശേഷം ഈശോ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച നിമിഷത്തെയാണ് ഈ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നത്. ഈശോ ചോര വിയർത്തു പ്രാർത്ഥിച്ച ഗത്സമനിയിലെ ആ വിശുദ്ധ പാറയ്ക്ക് മുകളിലാണ് ഈ ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനായി പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി മരിക്കാൻ ക്രിസ്തു സ്വയം തെരഞ്ഞെടുത്തതിന്റെ അടയാളമാണ് ഈ തിരുരക്തം. ഗത്സമനിയിൽ ചിന്തിയ ഈ രക്തം കാൽവരിയിലെ കുരിശുമരണത്തിന് മുന്നോടിയായിരുന്നു. ഈശോ ഒഴുക്കിയ തിരുരക്തത്തിന്റെ പ്രതീകമായി വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ അൾത്താരയിലെ ആ തിരുക്കല്ലിന്മേൽ ചുവന്ന റോസാപ്പൂവിന്റെ ഇതളുകൾ വിതറുന്നു. ഈ അത്ഭുത നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വലിയൊരു കത്തോലിക്ക വിശ്വാസി സമൂഹം ദേവാലയത്തിൽ ഒത്തുചേർന്നു. തന്റെ പുത്രന്റെ വിലയേറിയ തിരുരക്തത്താൽ മനുഷ്യരെ മുഴുവൻ വീണ്ടെടുത്ത ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ അനുഭൂതി സമ്മാനിച്ചാണ് ഗത്സമനിയിലെ ഈ വർഷത്തെ തിരുനാൾ ചടങ്ങുകൾ സമാപിച്ചത്.